If you are worried about the rains affecting to your bikes and its performance, go through the following tips. Rainy condition main ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ടയറിന്റെ കണ്ടീഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ ടയർ പ്രഷറാണ്. ടയർ പ്രഷർ നമ്മൾ ഇവിടെ സ്വിംഗ് ആമിൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഇതിപ്പോൾ CB350 ആണ്. CB350 ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതിനകത്തെ ടയർ പ്രഷർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ 29ഉം ബാക്കിൽ 36 PSI ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. സെക്കൻഡ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടയർ റീപ്ലേസ്മെന്റ്. ടയറിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടയറിൽ ഈ ഭാഗത്തായിട്ട് ടയർ വെയർ ഇൻഡിക്കേറ്റർ ഉണ്ട്. നേരെ നമ്മൾ അകത്തിൽ ഗ്രൂവിൽ ഒരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ടയർ ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ് ചെയ്യണമെന്നാണ്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് മൂവിംഗ് പാർട്സിന്റെ ലൂബ്രിക്കേഷൻ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ചെയിന്റെ കണ്ടീഷൻ. നമുക്കിപ്പം മഴക്കാലം അല്ലാതെ വേനൽക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് കിലോമീറ്ററിലാണ് നമ്മളിത് ചെയിൻ ലൂബ് ചെയ്ത് പോകുന്നത്. പക്ഷേ മഴക്കാലം ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് കിലോമീറ്ററിൽ നമ്മൾ ലൂബ് ചെയ്യാൻ നിൽക്കരുത്. ചെയിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് എപ്പോഴാണോ ചെയ്യേണ്ടത് ഒരു അഡ്വൈസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു 500 താഴെ തന്നെ അല്ലെങ്കിൽ 250 കിലോമീറ്റർ അല്ലെങ്കിൽ 300 കിലോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുക. അതിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമ്മളത് ലൂബ് ചെയ്യാൻ ശ്രമിക്കുക. മഴക്കാലത്ത് നോക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബ്രേക്ക്. നമുക്ക് വണ്ടിയിലെ ബ്രേക്ക് പാഡ്സിന്റെ ലൈഫ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എൻ്റെ റൈറ്റ് ഹാൻഡിലിരിക്കുന്നത് പുതിയ ഒരു ബ്രേക്ക് പാഡും ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത് ഒരു പഴയ തേയ്മാനം സംഭവിച്ചൊരു ബ്രേക്ക് പാഡും ഇരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ബ്രേക്ക് പാഡിന്റെ വെയർ ലിമിറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. നമുക്കിവിടെ ഈ സൈഡിൽ നമുക്കൊരു ഗ്രൂ കാണാം. ആ ഗ്രൂ ചെക്ക് കഴിഞ്ഞാൽ ആ ഗ്രൂവിന് താഴത്തേക്ക് നമുക്ക് തേയ്മാനം പോകാൻ പാടില്ല. അത് നമുക്ക് വണ്ടിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് കാലിപ്പറിന്റെ സൈഡിൽ കൂടെ നമ്മൾ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ലൈഫ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാണിക്കാനുള്ളത് ഒരു തേയ്മാനം സംഭവിച്ച 2 ബ്രേക്ക് പാഡാണ് നമ്മുടെ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് 2 രീതിയിലാണ് തേയ്മാനം കാണാം. ഇത് നമുക്കൊരു പെർമിസിൽ ലിമിറ്റിലുള്ള ഒരു തേയ്മാനമാണ്. അത് ഇതിൽ ജസ്റ്റ് ആ ലൈൻസ് ആ ഗ്രൂസ് നമുക്ക് ഓൾമോസ്റ്റ് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ഇത് മാറേണ്ട സമയത്ത് മാറിയതും അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി വോൺ ഔട്ട് ആയ ഒരു ബ്രേക്ക് പാഡാണ് കാണുന്നത്. നമ്മൾ ഒരിക്കലും ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ബ്രേക്ക് പാഡ്സ് കൊണ്ടുപോകരുത്. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്രേക്ക് പാഡും ഡിസ്കും തമ്മിൽ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വരും. അത് ബ്രേക്ക് പാഡിനെ മാത്രമല്ല ഡിസ്കിനെ കൂടെ തേയ്മാനം ഉണ്ടാക്കി നമുക്ക് ഓവർ എക്സ്പെൻസ് ഉണ്ടാകും. സോ നിങ്ങൾ ബ്രേക്ക് പാഡ്സ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, ടൈംലി അത് റീപ്ലേസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു മെയിൻ ഘടകം ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. അതിൽ തന്നെ നമ്മൾ വണ്ടിയുടെ സിഗ്നൽ ലാംപ്സ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ ഒന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതിന് കൂടെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ ഹെൽത്തി ആണോ എന്നൊന്നുകൂടെ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുക. മഴക്കാലമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഓവറോൾ മെയിൻ്റെനൻസ് ആണ്. അതിൽ നമ്മളിപ്പം ഓരോ റൈഡിന് ശേഷവും നിങ്ങൾ വണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ചെളി, മണ്ണ് ഇതൊക്കെ നമ്മൾ സെഡിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക വണ്ടി. അപ്പോൾ ഒരു നെക്സ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നത് വരേക്കും ബൈ.